ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോപ്പ് പെട്ടിയും ഇതുപോലത്തെ പുറത്തുനിന്നൊക്കെ നമ്മൾ പോയി സ്വീറ്റ് കോണും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സോപ്പ് പെട്ടി ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് കുറച്ച് വൈറ്റും റെഡും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പെട്ടിയിൽ മുഴുവനായി ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. അടിഭാഗത്ത് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ, അത് നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ കാണില്ലല്ലോ. ഇനി നമ്മുടെ സ്പൂണുകളൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതുപോലുള്ള പണികളൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. രാവിലെ പോയ കറണ്ട് പിന്നെ രാത്രിയാണ് വന്നത് കേട്ടോ. കറണ്ട് പോയെങ്കിലും പെയിൻറ്റ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേറെ സ്പൂണിലേക്ക് ഇതുപോലെ കളർ ചെയ്തെടുത്തു. എന്നിട്ട് കറണ്ട് വന്ന ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യം ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതുപോലെ ഒന്ന് ആദ്യം കൊടുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി റെഡ് മിക്സ് ചെയ്തിട്ട് ഡാർക്ക് കളർ ഉണ്ടാക്കിയിട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് യെല്ലോയും ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഗ്രീൻ കളർ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്പൂണിൻ്റെ പിടിക്കുന്ന ഭാഗത്തൊക്കെയായി ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ മുകളിൽ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കണം. എന്നിട്ട് സ്പൂണുകളെയൊക്കെ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ബോക്സിൻ്റെ മേലേക്കായി ഒന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ അവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചാട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. 4 ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഇതുപോലുള്ള തീപ്പെട്ടിക്കൊള്ളിൻ്റെയൊക്കെ കമ്പുകളുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായി 2 ആക്കി ഒട്ടിച്ച് ഒരു 6 പീസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. തീപ്പെട്ടിക്കൊള്ളികൾ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോൾ തന്നെയാട്ടോ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കളർ ചെയ്തെടുക്കണം. സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ക്യൂട്ടായിട്ടുള്ളൊരു പെൻ ഹോൾഡറോ ടേബിൾ ഡെക്കറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.